ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട് സ്വാഗതം. ജോസ്മി ആട്ടോ. ഇന്നും ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡ്രൈ സ്കിൻ കാറ്റഗറിപ്പെട്ട ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സൺസ്ക്രീൻ ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ്. ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാറ്. എപ്പോഴും എന്ത് പ്രൊഡക്റ്റും ഞാൻ ഒരു മാസമെങ്കിലും ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേദന വീഡിയോട്ട് പോകുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏതാണ് നമ്മുടെ ആ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ അക്വലോജിക്കൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഗ്ലോ പ്ലസ് ഡ്യൂവി സൺസ്ക്രീൻ ആണ്. പപ്പായ ആൻഡ് വിറ്റമിൻ സി ബ്രൈറ്റൻ ആൻഡ് ഹൈഡ്രേറ്റ് എന്ന് പറയുന്നുണ്ട്. SPF 50+ ആണ്. PA 4 സ്റ്റാറിൻ്റെ കേട്ടോ. പിന്നെ UVA UVB 50 ഗ്രാമാണ്. ഈ ഒരു 50 ഗ്രാമിന് 390 350 ആ ഒരു റേഞ്ചിലായിരുന്നു ഇതിൻ്റെ ഒരു റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് MRP 449 കൊടുത്തിരിക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങാൻ നേരത്തെ എനിക്ക് 300 സംതിങ്ങിന് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സ്ക്രീനിൽ ഏതായാലും കൊടുക്കാം. അപ്പം ഈ അക്വലോജിക്കേൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ വാങ്ങാൻ തന്നെ കാരണം എൻ്റെ സ്കിന്ന് നല്ല ഡ്രൈ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ പാടായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് ഡ്രൈ സ്കിന്നാണ് എൻ്റെ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ നല്ലൊരു സൺസ്ക്രീൻ ഇങ്ങനെ തപ്പി നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബിൽ തന്നെ പലരുടെയും ഡ്രൈ സ്കിന്നിനെ പറ്റിയ നല്ലൊരു സൺസ്ക്രീൻ ഇങ്ങനെ ഞാൻ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഞാൻ നോക്കിയപ്പം പലരും റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സൺസ്ക്രീൻ ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ ഓർത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് സ്കിന്നിന് പറ്റുമല്ലോ, നമുക്ക് നോക്കാമല്ലോ. ഇപ്പം ഒരാൾക്ക് ഒരു ഡ്രൈ സ്കിൻകാരിക്ക് പറ്റുന്ന സാധനം മറ്റ് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റണമെന്നുമില്ല, എന്നാൽ പറ്റിക്കൂടാണ്ടുമില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാനൊക്കെ എന്നാൽ ട്രൈ ചെയ്യാം, ഏതായാലും സൺസ്ക്രീൻ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ വാങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ റേറ്റ് ഏകദേശം ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. റേറ്റ് 300 സംതിങ് അങ്ങാണ്ടാണ് ഇതിൻ്റെ 50 ഗ്രാമിന് റേറ്റ് വന്നത്. ഇവരിതിനകത്ത് പറയുന്നുണ്ട് ബ്രൈറ്റൻ ആക്കുന്നുണ്ട്, ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഗ്ലോ തരുന്നുണ്ട്. ഗ്ലോ പ്ലസ് ഡ്യൂവി സൺസ്ക്രീൻ എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ തൊട്ട് നമുക്ക് തുടങ്ങാം. ഡ്യൂവി സൺസ്ക്രീൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഡ്യൂവിയാണ്. ഇതിങ്ങനെ ഒരു പമ്പാട്ടോ, പമ്പ് ടൈപ്പ് സൺസ്ക്രീനാണ്. ഇതിങ്ങനെ നമ്മുടെ ഞാൻ കയ്യിലോട്ട് എടുത്ത് കാണിക്കാം. കയ്യിലോട്ട് ഇങ്ങനെ ഒരു പമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത ഒരു സൺസ്ക്രീനാണിത്. ഒട്ടുമില്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ജെൽ ടൈപ്പ് വാട്ടർ ടൈപ്പിലോട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനായിട്ട് ഇത് മാറും. അപ്പോൾ ഇതിൻ്റെ ഡ്യൂവി അല്ലെങ്കിൽ ആ ഒരു ഗ്ലോ എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ഗ്ലോ എന്ന് പറയാനില്ല, എന്നാൽ ഒരു ലൈറ്റായിട്ട് നമുക്ക് ഗ്ലോ കിട്ടുന്നുണ്ട് താനും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് നമുക്ക് ഗ്ലോ കിട്ടാനില്ല, വളരെ ലൈറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി ഗ്ലോ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ ഇത് വാങ്ങിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മളൊക്കെ ഡ്രൈ സ്കിന്നുകാരാണല്ലോ, അതും കൂടെ എടുത്ത് പറയണം. ഡ്രൈ സ്കിന്നുകാർക്ക് ഗ്ലോ നോർമലി ഗ്ലോ കിട്ടുന്ന ഒരു ക്രീമെന്നോ സൺസ്ക്രീനെന്നോ എന്തെങ്കിലും സിറമെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെയൊക്കെ സ്കിന്നിനെ സംബന്ധിച്ച് അതിൽ വളരെ ലൈറ്റായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. കാരണം നമ്മുടെയൊക്കെ സ്കിൻ ഡ്രൈ ആണല്ലോ. കൂടുതലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൽ കൂടുതൽ നമ്മുടെ സ്കിന്നിലോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഡ്രൈനെസ് മാറാൻ തന്നെ കുറച്ചധികം വേണ്ടി വരും. പിന്നെ ബാക്കി ആ ഒരു ഗ്ലോ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായി ഡ്രൈ സ്കിന്നുകാരെ സംബന്ധിച്ചിട്ട്. അപ്പം കുറച്ച് ലൈറ്റായിട്ടെങ്കിലും കിട്ടുന്നുണ്ടല്ലോ നമുക്ക് ആശ്വസിക്കാം. പിന്നെ വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ല. വൈറ്റ് കാസ്റ്റ് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത് ചൂസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇവർ പറയുന്നത് എന്താണ്, ബ്രൈറ്റൻ ഒന്നുമില്ല, നമ്മുടെ സ്കിന്നിനെ നോർമൽ ആക്കുന്നു. ഒട്ടും സ്കിൻ ടോൺ മാറുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ സ്കിന്നിനെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് നിലനിർത്തും. അതാണ് എനിക്ക് ഈ ഒരു മാസം ഉപയോഗിച്ചിട്ട് മനസ്സിലായത് കേട്ടോ. പിന്നെ ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കറക്റ്റ്, പക്ക ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഡ്രൈനെസ് മാറ്റി ഹൈഡ്രേറ്റ് ആക്കി അതിൽ ഒരു നല്ലപോലെ മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കറക്റ്റാണ്. രാവിലെ എണീറ്റിട്ട് ഞാൻ മിക്ക സമയത്തും ഞാൻ ഈ ഒരു സൺസ്ക്രീൻ മാത്രം, മോയ്സ്ചറൈസർ ഉള്ള സൺസ്ക്രീൻ മാത്രമായിട്ട് ഞാൻ നടക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസർ കൂടി ഇട്ടതിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് വരാണ്. ഡ്രൈനെസ്സുമായിട്ട് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട് ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ നേരത്ത്. പിന്നെ എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതിനകത്ത് ഇത്രയും ഇങ്ങനെ 50 ഗ്രാമിൻ്റെ ഇങ്ങനെ ഒരു പമ്പ് ടൈപ്പ് ഈ സംഭവം ആണെങ്കിലും ഇതിനകത്ത് കൂടുതൽ എയറാണ്, കൂടുതൽ അവർ കാറ്റാ നിറച്ച് വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം സംഭവം വെയിറ്റൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തവണ ഇങ്ങനെ ഈ പമ്പ് ചെയ്തിട്ട് കുറേ തവണ ഇങ്ങനെ ആദ്യം കുറച്ചാൾ ഉപയോഗിച്ച് വന്നിട്ട് പിന്നെ കുറേ തവണ ഇങ്ങനെ പമ്പ് ചെയ്ത് ലാസ്റ്റ് ഞാൻ മടുത്തു. അങ്ങനെ കുറേ എന്തെങ്കിലും ഇങ്ങനെ കുലുക്കി ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ടാണ് സംഭവം എനിക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർ ആ കറക്റ്റ് 50 ഗ്രാം വെച്ചിട്ട് ഒരു നീളം കുറച്ചാൽ മതി. ഇത് കാണുമ്പോൾ നമ്മൾ കുറേ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഇത് അത്രയൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഇതിൻ്റെ ഇത്രയും ഭാഗം വെച്ചിട്ട് മാത്രമേ സാധനം ഉള്ളൂ. അപ്പം ബാക്കിയെല്ലാം കാറ്റാണ് നിറയ്ക്കുക. അങ്ങനെ കാറ്റ് നിറയ്ക്കേണ്ട കാര്യമില്ല, ഉള്ളത് മാത്രം വെച്ചിട്ട് നിറച്ചങ്ങ് ഫില്ല് ചെയ്ത് വെച്ചാൽ മതിയെന്ന് തോന്നും. അപ്പോൾ ഞാനിത് 1 മാസത്തിൽ കൂടുതലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക്
വളരെ കുറച്ച് തന്നെ മതി, ഒരുപാട് നമുക്ക് ആവശ്യമില്ല. കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് നമ്മുടെ മുഖത്തിന് പറ്റുന്ന പോലെ, എൻ്റെ വലിയ മുഖമാണല്ലോ, എൻ്റെ മുഖം നിറച്ചും കവർ ചെയ്യാൻ പാകത്തിനുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. അപ്പം ഓവറോൾ പറയുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഒരു 98.5% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആ 0.5% അല്ല 1.5 എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗ്ലോ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് കിട്ടുന്നില്ല. അത് നമ്മുടെ ഡ്രൈ സ്കിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റൻ പറയുന്നുണ്ട്, ബ്രൈറ്റൻ നമുക്ക് കിട്ടുന്നില്ല. നോർമൽ നമ്മുടെ സ്കിന്നിനെ പക്ഷേ നല്ല സ്മൂത്ത് ആക്കി വെക്കും കേട്ടോ. ഒരു ബ്രൈറ്റനിങ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്, പക്ഷേ സ്മൂത്ത് ആക്കി നമുക്ക് നിർത്തും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാറ്റ് നിറച്ച് വെച്ചിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും നല്ലതാണ്. നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. അത് ഞാൻ ഇത് തീർന്നാലും ഇത് തന്നെ ഇനി വാങ്ങാൻ സാധ്യതയുള്ളൂ എന്നാണ് വിശ്വസിക്കുക. അല്ലെങ്കിൽ ഇതിൽ നല്ലത് വേറെ ഏതെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ മാത്രം. പിന്നെ നമ്മൾ എപ്പോഴും ഈ പ്രൊഡക്റ്റ് മാറ്റാത്തേ നല്ലത്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നുമായിട്ട് അവരങ്ങ് നല്ല കൂട്ടായിക്കോളും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൊഡക്റ്റ് മാറ്റുന്നതും അത്ര സുഖകരമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണ്, ഇത് പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട്, ഇത് ഡ്യൂവി ഉള്ളതായതുകൊണ്ട് തന്നെ, അതായത് ഈ ഒരു ഗ്ലോ തരുന്നുണ്ട്, ഡ്യൂവി ഫിനിഷ് ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് അത്രത്തോളം സ്യൂട്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് സ്യൂട്ടാകാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരുപാട് അങ്ങോട്ടൊരു ഡ്യൂവി അല്ല, ഒരുപാട് ഗ്ലോ തരുന്നില്ല. അതുകൊണ്ട് തന്നെ കോമ്പിനേഷൻകാർക്കും നോർമൽ സ്കിന്നുകാർക്കൊക്കെ ഇത് സ്യൂട്ടബിൾ ആണ്. പക്ഷേ ഓയിലി സ്കിന്നുകാർ ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എനിക്കറിയത്തില്ല, നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയെങ്കിൽ വളരെ ലൈറ്റായിട്ടൊരു ഗ്ലോ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ നമ്മുടെ സ്കിന്നെ നല്ല ഫ്രഷ് ആക്കി നിർത്തും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റുമ്പോൾ. നല്ല ഫ്രഷ് ആക്കി നിർത്തും, വേർത്തൊന്നും പോകുമൊന്നുമില്ല, അങ്ങനെ വേറെ സ്മെല്ലൊന്നുമില്ല. ഒരു വികാരവും ഇല്ലാത്തൊരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. ഒരു വികാരവും ഇല്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു സൺസ്ക്രീൻ, ഡ്രൈ സ്കിന്നുകാർ നല്ലൊരു സൺസ്ക്രീൻ അന്വേഷിച്ച് എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അക്വലോജിക്കേൻ്റെ ഈ ഒരു സൺസ്ക്രീൻ വാങ്ങാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഡ്രൈ സ്കിന്നുകാരായ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ കമൻറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഉപയോഗിക്കുന്നവരുടെ എക്സ്പീരിയൻസ് കൂടെ നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടും. ഓക്കെ, പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ.